വരാനിരിക്കുന്നത് 8ന്റെ പണി. പെട്രോളിനും ഡീസലിനും 28 രൂപ വരെ കൂടും. പിന്നാലെ വരാൻ പോകുന്നത് വൻ വിലക്കയറ്റം. തിരഞ്ഞെടുപ്പ് പ്രക്രിയകൾ പൂർത്തിയാകുന്നതിന് പിന്നാലെ രാജ്യത്ത് സാധാരണക്കാരന്റെ കുടുംബ ബജറ്റ് തകിടം മറിക്കുന്ന ഇന്ധനവില വർധനവ് വരുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ അവസാനിക്കുന്നതോടെ ഇന്ത്യയിൽ പെട്രോൾ ഡീസൽ വിലയിൽ ലിറ്ററിന് 25 മുതൽ 28 രൂപ വരെ വർധനവ് ഉണ്ടായേക്കാമെന്നാണ് പ്രമുഖ സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ആഗോള വിപണിയിലെ അസംസ്കൃത എണ്ണ വിലയിൽ ഉണ്ടായിരിക്കുന്ന വില വർധനവ് നിലവിൽ ആഭ്യന്തര വിപണിയിൽ പ്രതിഫലിക്കാത്തതാണ് ഇലക്ഷന് ശേഷമുള്ള ഈ വൻ വർധനയ്ക്ക് വഴിയൊരുക്കുന്നത്. പശ്ചിമേഷ്യയിലെ ഭൗമ രാഷ്ട്രീയ സംഘർഷങ്ങളാണ് ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരാനുള്ള പ്രധാന കാരണം. ഹോർമുസ് കടലിടുക്കിലെ തടസ്സങ്ങൾ എണ്ണ വിതരണത്തെ ഗുരുതരമായി ബാധിച്ചിട്ടുണ്ട്. നിലവിൽ ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണവില ബാരലിന് $120 അടുത്താണ്. എന്നാൽ രാജ്യത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ നടക്കുന്നതിനാൽ എണ്ണ കമ്പനികൾ വില വർദ്ധിപ്പിക്കാതെ പിടിച്ചു നിർത്തിയിരിക്കുകയായിരുന്നു. തിരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാകുന്നതോടെ ഈ നഷ്ടം നികത്താൻ കമ്പനികൾ വില വർദ്ധിപ്പിക്കാൻ നിർബന്ധിതരാകും. രാജ്യത്തെ എണ്ണ കമ്പനികൾ നേരിടുന്നത് കനത്ത വെല്ലുവിളിയാണ്. തിരഞ്ഞെടുപ്പ് കാലയളവിൽ വില വർദ്ധിപ്പിക്കാത്തതുപോലും പൊതുമേഖലാ കമ്പനികൾക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിഭീമമായ നഷ്ടമാണ്. റിപ്പോർട്ടുകൾ പ്രകാരം ഓരോ മാസവും ഏകദേശം 270 ബില്യൺ രൂപയുടെ അധിക ബാധ്യതയാണ് കമ്പനികൾക്കുണ്ടാകുന്നത്. അന്താരാഷ്ട്ര വിപണിയിലെ വിലക്കനുസരിച്ച് ആഭ്യന്തര വിപണിയിൽ മാറ്റം വരുത്താത്തത് എണ്ണ കമ്പനികളുടെ സാമ്പത്തിക ഭദ്രതയെ ബാധിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി ബില്ലിൽ പ്രതിദിനം $190 to $210 മില്യൺ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏപ്രിൽ അവസാനത്തോടെ തിരഞ്ഞെടുപ്പ് പ്രക്രിയകൾ പൂർത്തിയാകുന്നതോടെ ഇന്ധനവിലയിൽ മാറ്റങ്ങൾ വരുത്തി തുടങ്ങുമെന്നാണ് വിശകലന വിദഗ്ധർ വിലയിരുത്തുന്നത്. എന്നാൽ 25 തൊട്ട് 28 രൂപയുടെ വർധനവ് ഒറ്റയടിക്ക് നടപ്പാക്കാൻ സാധ്യതയില്ല. പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിനായി ഘട്ടം ഘട്ടമായിട്ടായിരിക്കും വില വർദ്ധിപ്പിക്കുക. നിലവിൽ ഡൽഹിയിൽ പെട്രോളിന് 94.77 രൂപയും മുംബൈയിൽ 103.49 രൂപയുമാണ് വില. കേരളം ഉൾപ്പെടെയുള്ള മിക്ക നഗരങ്ങളിലും പെട്രോൾ വില 100 രൂപയ്ക്ക് മുകളിലാണ്. ഇന്ധനവില വർദ്ധിപ്പിക്കുന്നത് രാജ്യത്തെ പണപ്പെരുപ്പത്തിന് കാരണമാകും. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിനും ഇത് വഴിതെളിക്കും. ഗതാഗത ചെലവ് വർദ്ധിക്കുന്നത് ചരക്ക് നീക്കത്തെ ബാധിക്കുകയും ചെയ്യും. വിപണിയിൽ ഇത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. സർക്കാർ എക്സൈസ് ഡ്യൂട്ടി കുറയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ വരും മാസങ്ങളിൽ സാധാരണക്കാർക്ക് വലിയ സാമ്പത്തിക ഭാരമാകും താങ്ങേണ്ടി വരിക. ചുരുക്കത്തിൽ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വരുന്നതിന് പിന്നാലെ രാജ്യത്ത് ഇന്ധനവിലയിൽ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ആഗോള വിപണിയിലെ അനിശ്ചിതത്വം തുടരുന്നിടത്തോളം കാലം ഇന്ധനവിലയിൽ വലിയ ആശ്വാസം പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് സാമ്പത്തിക വിദഗ്ധർ നൽകുന്ന സൂചന.